ശശികല ടീച്ചറിനെ പഞ്ഞിക്കിട്ട് രാഹുൽ ഈശ്വർ രംഗത്ത്. കഴിഞ്ഞ ദിവസമാണ് കർണാടകയിലെ ബത്ര കല്ലൂർത്തി ക്ഷേത്രത്തിന് സമീപം മലപ്പുറം സ്വദേശി അഷ്റഫ് ആൾക്കൂട്ടം തല്ലിക്കൊന്നത്. അഷ്റഫിനെ തല്ലിക്കൊന്ന കേസിൽ അറസ്റ്റിലായ എല്ലാവരും RSS ബജ്രംഗിൽ പ്രവർത്തകരാണ് എന്ന് പിന്നീട് വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇദ്ദേഹം മാനസികാസ്വാസ്ഥ്യം ഉണ്ടായിരുന്ന വ്യക്തിയാണെന്ന് വീട്ടുകാരും പിന്നീട് സ്ഥിരീകരിച്ചു. ഞായറാഴ്ച സംഘടിപ്പിച്ച പ്രാദേശിക ക്രിക്കറ്റ് ടൂർണമെന്റിനിടയിലാണ് പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം മുഴക്കിയെന്നാരോപിച്ച് യുവാവിനെ ജനക്കൂട്ടം തല്ലിക്കൊന്നത്. യുവാവ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യം വിളിച്ചെന്നായിരുന്നു ആരോപണം. ആൾക്കൂട്ട ആക്രമണത്തിലാണ് യുവാവ് കൊല്ലപ്പെട്ടതെന്ന് കർണാടക ആഭ്യന്തരമന്ത്രി ജി പരമേശ്വരയും പിന്നീട് സ്ഥിരീകരിച്ചു. ക്രിക്കറ്റ് മത്സരത്തിനിടെ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം മുഴക്കിയതിനെ തുടർന്നാണ് ജനക്കൂട്ടം യുവാവിനെ തല്ലിക്കൊന്നതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. നിരന്തരം മർദ്ദനമേറ്റതിനെ തുടർന്ന് ആന്തരിക രക്തസ്രാവം ഉണ്ടായതാണ് മരണകാരണം. വയറിലും മുതുകിലും ജനനേന്ദ്രിയത്തിലും മാരകമായി പരിക്കേറ്റതായും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. യുവാവ് കൊല്ലപ്പെട്ടതോടെ പ്രതികൾ മൃതദേഹം ഉപേക്ഷിച്ച് കടന്നുകളയുകയായിരുന്നു. ഈ വിഷയത്തിലുള്ള ശശികല ടീച്ചറുടെ പ്രതികരണത്തെയാണ് ശക്തമായി എതിർത്തുകൊണ്ട് രാഹുൽ ഈശ്വർ രംഗത്ത് വന്നത്. ഇന്ന് ബാംഗ്ലൂരിൽ ഒരു മലയാളിയെ മാനസിക ആസ്വാസ്ഥ്യമുള്ള ഒരു മുസ്ലിം സഹോദരനെ ആൾക്കാർ തല്ലിക്കൊന്നു എന്ന വാർത്തയുണ്ടായിരുന്നു. എന്നിട്ട് പാകിസ്ഥാനെ ജയ് വിളിച്ചു എന്ന് പറയുകയും ചെയ്തു. അപ്പം ടീച്ചറിന്റെ പോസ്റ്റ് ഞാൻ ഇന്നലെ കാണുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഇത്തരം പോസ്റ്റുകൾ വളരെ പ്രകോപനപരമാണ്. ടീച്ചറിനെ പോലെ ഒരാൾ ചെയ്യരുത്. ടീച്ചറിന്റെ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകുമെന്നൊക്കെയാണ്. ടീച്ചർ അത് പിൻവലിക്കുകയോ, ടീച്ചർ അല്ല ഇനി ഈ പോസ്റ്റ് എഴുതുന്നെങ്കിൽ, ടീച്ചറിന്റെ പേരിൽ ആരെങ്കിലും എഴുതുന്നതാണെങ്കിൽ ടീച്ചർ ഇത്തരം കാര്യങ്ങളൊന്ന് പുനർചിന്തിക്കണം. 36 വർഷത്തോളം കുട്ടികൾക്ക് അക്ഷരം പറഞ്ഞു കൊടുത്ത, വിദ്യാഭ്യാസം നൽകിയ ഒരു സ്കൂൾ ടീച്ചറാണ്. സോഷ്യൽ സയൻസസ് അല്ലെങ്കിൽ സാമൂഹ്യ പാഠത്തിന്റെ അധ്യാപികയാണ്. അപ്പൊ ടീച്ചറിന് ഞാൻ പറയേണ്ട ആവശ്യം പോലുമില്ല, അതിന്റെ പ്രസക്തിയില്ല. അപ്പൊ ഈ വീഡിയോ ശശികല ടീച്ചറിന്റെ പോസ്റ്റിനെ കുറിച്ചാണ്. BJP അനുഭാവിയായ രാഹുൽ ഈശ്വർ അടുത്ത കാലത്തായി BJP നേതാക്കന്മാരുടെ ഇത്തരം പല അഴിമതികളും ആരോപണങ്ങളും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായി പ്രതികരിക്കുന്നുണ്ട്. തന്റെ അമ്മയുടെ പ്രായമുള്ള, തനിക്ക് വ്യക്തിപരമായി അടുപ്പമുള്ള, 30 വർഷത്തിനു മേലെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ ശശികല ടീച്ചർ ഈ വിഷയത്തിൽ നടത്തിയ പരാമർശം വളരെ മോശമായി പോയി എന്ന് വളരെ സഭ്യമായ ഭാഷയിൽ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന രാഹുൽ ഈശ്വർ ശശികല ടീച്ചറിനെതിരെ ശക്തമായ ഒളിയമ്പാണ് തൊടുത്തുവിട്ടത്. പാകിസ്ഥാനുമായി യുദ്ധമുണ്ടായാൽ കേരളവും യുദ്ധഭൂമിയാകുമെന്നുള്ള പരാമർശമാണ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ശശികല ടീച്ചർ പങ്കുവച്ചത്. ഇത്തരം പ്രകോപനപരമായ പരാമർശങ്ങൾ ഇത്രയും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ഒരു വ്യക്തി പങ്കുവച്ചാൽ അത് വലിയ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾക്കും ജനങ്ങൾ മതത്തിന്റെയും രാജ്യത്തിന്റെയും പേരിൽ തമ്മിൽ തല്ലുന്നതിലേക്കും വഴിവെക്കുമെന്നും അത്തരം പരാമർശങ്ങൾ ഇനിയെങ്കിലും ഒഴിവാക്കി പോസ്റ്റ് പിൻവലിക്കണമെന്നും പറഞ്ഞുകൊണ്ടാണ് രാഹുൽ രംഗത്ത് വന്നത്. 36 വർഷത്തോളം അധ്യാപികയായി സേവനമനുഷ്ഠിച്ച ശശികല ടീച്ചറിനെ പോലെ ഒരു വ്യക്തി ഒരിക്കലും സമൂഹത്തിന് പകർന്നു കൊടുക്കാൻ പാടില്ലാത്ത ഒരു സന്ദേശമാണ് തന്റെ പോസ്റ്റിലൂടെ അവർ പകർന്നു കൊടുത്തത് എന്ന് രാഹുൽ ഈശ്വർ അപലപിച്ചു. ശബരിമല വിഷയത്തിൽ ശശികല ടീച്ചറിനെ മോശമാക്കി സംസാരിച്ച മാധ്യമ പ്രവർത്തകയോട് താൻ അതിനെതിരെ പ്രതികരിച്ചിരുന്നുവെന്നും അതുകൊണ്ട് തന്നെ ടീച്ചറിനോട് വ്യക്തിപരമായി യാതൊരു വൈരാഗ്യവും സൂക്ഷിക്കാത്ത വ്യക്തിയാണ് താനെന്നും, എങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് BJP പ്രസ്ഥാനത്തിന് തന്നെ ആകെ നാണക്കേടുണ്ടാക്കുന്ന കാര്യമാണ് എന്നും രാഹുൽ ഈശ്വർ കൂട്ടിച്ചേർത്തു.